ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 12, ആനിയനിലെ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാൾ. ലാംഗുവെയ് ഡോക്കിലെ ഗവർണർ ആംഗൾഫിൻ്റെ മകനായ ബെനഡിക്റ്റ് പെപ്പിൻ്റെയും കാറൽമാൻ്റെയും കൊട്ടാരത്തിൽ സുഖ സൗഭാഗ്യത്തിൽ കുട്ടിക്കാലത്ത് കഴിഞ്ഞിരുന്ന ബെനഡിക്റ്റ് ലോക ആർഭാടങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉറച്ച് ഭക്ഷണവും നിദ്രയും വെട്ടിക്കുറച്ചും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും തപോജീവിതം ആരംഭിച്ചു. 24-ാമത്തെ വയസ്സിൽ സെന്റ് സീൽ ആശുപത്രിയിൽ അപ്പവും വെള്ളവും കുടിച്ചും നിലത്ത് കിടന്നുറങ്ങിയും രാത്രി ദീർഘനേരം പ്രാർത്ഥനയിൽ ചെലവഴിച്ചും എളിയ ജോലികൾ ചെയ്തു വന്ന ബെനഡിക്റ്റ് നിന്ദനങ്ങൾ സന്തോഷത്തോടെ സഹിച്ച് ദരിദ്രരെയും അഗതികളെയും അതീവ ശ്രദ്ധയോടെ ശുശ്രൂഷിച്ചു. വിശുദ്ധനായ ബിത്മാർ ഉൾപ്പെടെയുള്ളവർ ബെനഡിക്റ്റിന്റെ ഉപദേശം തേടിയിരുന്നു. സുപ്പീരിയറോടും മറ്റു സന്യാസിമാരോടും ചേർന്ന് കൃഷിപ്പണികൾ ചെയ്തിരുന്ന ബെനഡിക്റ്റ് ഞായറാഴ്ചകളിലും തിരുനാളുകളിലും മാത്രം അല്പം പാലും വീഞ്ഞും കുടിച്ചിരുന്നു. ഉർജലിലെ ബിഷപ്പ് ഫെലിക്സ് യേശു ദൈവമല്ലെന്നും ദൈവത്തിൻ്റെ ദത്തുപുത്രനാണെന്നും പ്രസ്താവിച്ചു. ബെനഡിക്റ്റ് അതിനെ നഖശിഖാന്തം എതിർത്തു. യേശു ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ എല്ലാ സന്യാസികളും ബെനഡിക്റ്റിൻ്റെ നിയമാവലി അനുസരിക്കണം എന്ന് കാറൽമാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. പാശ്ചാത്യ സന്യാസത്തെ ക്രമപ്പെടുത്താൻ ചെയ്ത അധ്വാനത്തിൽ ക്ഷീണിതനായി ബെനഡിക്റ്റ് 821 ഫെബ്രുവരി 11 ദിവംഗതനായി. ആനിയനിലെ വിശുദ്ധ ബെനഡിക്റ്റ്, അങ്ങയെപ്പോലെ ഞങ്ങളും യേശു ദൈവപുത്രനാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ട ആത്മീയ ശക്തി നൽകി ഒരുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.